LDF സർക്കാരിൻ്റെ കാലത്താണ് ചിപ്സൺ ഏവിയേഷൻ്റെ ഹെലികോപ്റ്റർ കരാർ അടിസ്ഥാനത്തിൽ കുറച്ച് നാളത്തേക്ക് വാടകയ്ക്കെടുത്തത്. 80 ലക്ഷം രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് മാസം അതിനായിട്ട് നൽകുന്നത്. UDF സർക്കാർ തീർച്ചയായിട്ടും കരാർ അവസാനിക്കാനിരിക്കുകയാണ്. ഈ മാസം അത് അവസാനിക്കുകയാണ്. അത് പുതുക്കാതിരിക്കുക എന്ന് തന്നെ അടുത്ത മാസം അത് പുതുക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെയല്ലേ ബുദ്ധി? അല്ല, അത് പുതുക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അത് പുതുക്കിയാലും കുഴപ്പമില്ല. പക്ഷേ പുതുക്കാൻ ഇനി കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ധൂർത്തിൻ്റെ പര്യായമാണ് എന്നാണ് 2023 ഇതുപോലെ ഒരു ഓഗസ്റ്റ് 31 പ്രിയപ്പെട്ട VD സതീശൻ ഫേസ്ബുക്കിൽ കുറിക്കുകയും അതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട VT ബൽറാം പറഞ്ഞിട്ടുള്ളത് ഒരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ 6-7 പേരെ വെടിവെച്ച് കൊല്ലാമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പം മാറി. എന്താണെങ്കിലും ഒരു ഹെലികോപ്റ്ററിൽ ഉപയോഗിച്ചത് നല്ല കാര്യം. ഇനി ഹെലികോപ്റ്റർ ആവശ്യമുണ്ടില്ല എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. പക്ഷേ ഇവരുടെ നിലപാടനുസരിച്ച് അതൊരിക്കലും പുതുക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ മറ്റു പല കാര്യങ്ങളിലും നിലപാട് മാറുന്നത് പോലെ ഇതിലും മാറിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ ഈ ഹെലികോപ്റ്റർ യാത്രയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. കാരണം 4 മണിക്കൂറും 25 മിനിറ്റ്, ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. ഈ ചിപ്സൺ ഏവിയേഷൻസിൻ്റെ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് VT-BBA എന്ന് പറയുന്നൊരു ഹെലികോപ്റ്ററാണ്. അതിന് പകരം കൊണ്ടുവന്നത് VT-RGQ എന്ന് പറയുന്ന പുതിയ ഹെലികോപ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ചാലക്കുടിയിലുള്ള അവരുടെ പാർക്കിംഗ് യാർഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ആ കൊണ്ടുവന്നതിന് ശേഷം 8:13 അവിടെ എത്തുകയും അവിടെ നിന്ന് 9:08 പറന്ന് നേരെ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് യഥാർത്ഥത്തിൽ ഈ വീണ്ടും പറന്ന് ഇവിടെ ഒരു 10 മണിക്ക് 9:27 10 മണിയായപ്പോഴത്തേക്കും എത്തി. ആ 10 മണിക്ക് എത്തിയപ്പോൾ തിരുവല്ലക്ക് മുകളിൽ വെച്ചിട്ട് പുള്ളിക്ക് മനസ്സിലായി ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു പോവുകയാണ് ചെയ്തത്. വീണ്ടും 11:30 പുള്ളി വിട്ടില്ല. 11:30 അവിടെ നിന്ന് പോരുകയും 11:35 പോരുകയും 1:52 ഇവിടെ എത്തുകയും ചെയ്തു. സത്യത്തിൽ ഈ ഹെലികോപ്റ്റർ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളത് മുഴുവൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് പോലീസാണ്. പോലീസ് വനപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലുള്ള പട്രോളിങ്ങിനാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ആകെ ഒരൊറ്റ തവണ മാത്രം ഒരു പാർട്ടി സമ്മേളനത്തിൽ എത്തുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ള വാസ്തവമാണ്. അത് പക്ഷേ അത് അവിടെ നിന്ന് വേറെയും പ്രോഗ്രാം ഉണ്ടായതുകൊണ്ടാണ് പുള്ളി അതുമായി വന്നിട്ടുള്ളത്. അല്ലാതെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഇതേവരെ ഇത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ VD സതീശൻ്റെ കാലത്ത് അത്തരത്തിൽ ഉപയോഗിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിഴുങ്ങി എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറേ, അതിലെക്കാട്ടിലും പ്രധാനപ്പെട്ടുള്ള മറ്റൊരു സംഗതി ഉണ്ടല്ലോ. എന്തിനാണ് ഇങ്ങനെ ഒരു കരാർ വെറും ധൂർത്തായിട്ടുള്ള കുറെ എല്ലാ മാസവും മിക്കവാറും ആ ഹെലികോപ്റ്റർ വെറുതെ കിടക്കുകയാണ്. 80 ലക്ഷം രൂപ വാടക ഇനത്തിൽ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 20 കോടി രൂപയ്ക്കോ അല്ലെങ്കിൽ 30 രൂപ കൂടിക്കോ ഒരു ഹെലികോപ്റ്റർ വാങ്ങാം എന്നിരിക്കെ മാസ വാടകയ്ക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ധൂർത്ത് സംസ്ഥാന സർക്കാർ? ആ നിലപാട് എന്തിനാണ് യഥാർത്ഥത്തിൽ LDF സർക്കാർ എടുത്തത്? ആ നിലപാട് LDF സർക്കാർ എടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ 2018-ലും 19-ലും 20-ലും ഒക്കെ തന്നെ ചില പ്രശ്നങ്ങൾ കേരളത്തിലെ നാച്ചുറൽ കലാമിറ്റീസ് അടക്കം പല കാര്യങ്ങളും ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വന്നപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ് വലിയ കനത്ത വാടകയാണ് ഈടാക്കിയത്. ആ ഈടാക്കിയ സന്ദർഭത്തിലാണ് 2023 ഒരു ഹെലികോപ്റ്റർ നമുക്ക് വാടകയ്ക്കെടുക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ വാടകയ്ക്കെടുത്തതിലൂടെ 7ഓളം പേരുടെ ജീവൻ രക്ഷിക്കാനും അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കും മറ്റ് നിരവധി കാര്യങ്ങൾക്കും ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഗൗതത്തിന് അതിൻ്റെ ലോഗ് ബുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പബ്ലിക്കലി അവൈലബിൾ ആണ്, അത് കിട്ടും. അതിൽ ഗവൺമെൻറ് ശ്രദ്ധിച്ച 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 25 മണിക്കൂർ പറക്കാനാണ് ഈ 80 ലക്ഷം രൂപ കൊടുക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് പറന്നിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ 99,000 രൂപ കൊടുക്കണം. അങ്ങനെ ഒരിക്കൽ പോലും കൊടുക്കാതിരിക്കാനും എന്നാൽ ഈ പണം കൊടുത്തുകൊണ്ട് ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഒന്നും ഉപയോഗിക്കുന്നതിനൊരു തെറ്റുമില്ല. യഥാർത്ഥത്തിൽ ഇനിയും ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, അത് ആ നിലപാടിൽ തന്നെയാണ്. ഞാൻ അടിയന്തര സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്റർ ഒക്കെ വേണ്ടി വരും. പക്ഷേ നമുക്ക് സ്വന്തമായി ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചൂടെ? സ്വന്തമായി 20, 25, 30 കോടി രൂപ 40 കോടി രൂപ കൊടുത്തൊരു ഹെലികോപ്റ്റർ ഇപ്പം ഇത്തരത്തിലുള്ളൊരു ഹെലികോപ്റ്റർ പെട്ടെന്ന് കിട്ടില്ല. ഇനി കിട്ടുമായിരിക്കും, കുറച്ചുകൂടി കൂടുതൽ പണം കൊടുത്താൽ കിട്ടും. പക്ഷെ അങ്ങനെ കിട്ടിയാൽ പോലും അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യലും അതിൻ്റെ ചെലവുകൾ നോക്കലും ഒക്കെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഒരു ഏവിയേഷൻ കമ്പനിയോ ഈ ചിപ്സൺ ഏവിയേഷൻസ് പോലെയുള്ള സർവീസുകളോ നടത്തുന്ന പോലെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. വെറുതെ വായിട്ടടിക്കാം എന്നുള്ളതല്ലാതെ അതങ്ങനെ നമുക്കിവിടെ എന്താ വല്ല മിലിറ്ററി സേനയുണ്ടോ? നമുക്ക് സാധാരണ അത് ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെങ്കിൽ അതിപ്പോൾ നിങ്ങൾ മറ്റു പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഇതുപോലെ ഹെലികോപ്റ്റർ സ്വന്തമാക്കിയിട്ടുണ്ട്. അവരുടെ ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട ചെലവുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വലിയ ചിലവാണ്. ഇതിനേക്കാളൊക്കെ വലിയ ചിലവാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ
നമ്മളെ സംബന്ധിച്ചോളം ഒരു 3 കൊല്ലത്തേക്ക്, അതായത് 2023 മുതൽ 26 വരെ ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കാം. നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ വാടക കൊടുക്കാം. വാടക കൊടുത്തിട്ട് നമുക്ക് അത് മുതലാവില്ല, അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് മറ്റതാണെങ്കിൽ അത്ര ഒരു തീരുമാനം എടുക്കാതെ ഗവൺമെന്റ് വിചാരിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. ഇവിടെ അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റും ഇവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇവിടെ ഇപ്പോൾ സതീശന് സർക്കാരിനെ സംബന്ധിച്ചോളം ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ ഫാദറിലോ ഇവിടെ കാരോത്തൂടി ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരാനാണ്. അതിലൊരു അനൗചിത്യക്കുറവുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ വ്യക്തിപരമായി ഇതിനു മുമ്പ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല. ഹെലികോപ്റ്റർ ഈ നാട്ടിലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കും ഹൃദയം കൊണ്ടുപോകാനും അതുപോലെ ആളുകളെ ലിഫ്റ്റ് ചെയ്യാനും വനപ്രദേശങ്ങളിൽ സെർച്ച് നടത്താനും ഒക്കെ പോലീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ തെറ്റായ ധാരണകളാണ്. മനസ്സിലായി? ഇതൊക്കെ പെട്ടെന്ന് ഒരു പിന്നെ ഇനി ഗൗതത്തോട് ഞാൻ തിരിച്ചു വേറൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ഞാൻ താങ്കളുടെ ആ നിലപാടിനൊപ്പമാണ്. സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ചും കേരളം പോലൊരു സംസ്ഥാനത്തിന് നമുക്ക് ഒരുപാട് പ്രളയവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാനായിട്ട് ഹെലികോപ്റ്റർ വേണം. പക്ഷെ നമുക്കൊരു സ്വന്തമായിട്ടൊരു ഹെലികോപ്റ്റർ വാങ്ങിച്ചൂടെ? ആ വാങ്ങിക്കുന്നതിൽ എന്താണ് ഈ ചെലവിന്റെ കാര്യം മനസ്സിലാവുന്നത്? ചെലവിന്റെ കാര്യം പറഞ്ഞുതരാം. ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചാൽ ആ ഹെലികോപ്റ്റർ ആരോടിക്കും? മറ്റേ തൊട്ടപ്പുറത്തെ ടാക്സി ഡ്രൈവറോ അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സോ ഓടിക്കുമോ? പിന്നെ ആരോടിക്കും? അതിനുള്ള സംവിധാനം നിങ്ങൾ അറിയേണ്ടത്, അതിന് നമ്മളൊരു പൈലറ്റുമാരെയും കോ പൈലറ്റിനെയും അതുപോലെ അതിന്റെ ബാക്കി റിപ്പയറിങ്ങിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ വേണ്ട സർവീസ് ചാർജുകളടക്കം എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നോക്കാൻ വേണ്ടി തന്നെ മറ്റൊരു സംവിധാനം ഒരുക്കേണ്ടി വരും. ഇവിടെ ചിപ്സൺ ഏവിയേഷൻസ് അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഒരുക്കേണ്ട. മെയിൻ്റനൻസും അതുപോലെ പൈലറ്റും എല്ലാം അവർ നോക്കിക്കോളും. നമ്മൾ ഈ ആവശ്യമുള്ളപ്പോൾ ഈ സാധനം പറഞ്ഞിട്ട് നേരെ തിരിച്ചു കൊടുത്താൽ അത് അവർ കൊണ്ടുപോകുകയും ചെയ്യിക്കോളും. മാസവാടക 80 ലക്ഷം കൂടുതലല്ലേ? ഞാൻ മാസവാടക 80 ലക്ഷം എവിടെ കൂടുതലാണ്? മാസവാടക 80 ലക്ഷം രൂപ കൂടുതലൊന്നുമല്ല. കാരണം അവരുമായിട്ടുള്ള കരാർ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഈ പറയുന്ന VTVV എന്ന് പറയുന്ന നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹെലികോപ്റ്റർ അത് വേണ്ട, അല്ലെങ്കിൽ അതിനൊരു പ്രശ്നം വന്നപ്പോൾ ശരിക്കും നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിൽ ഇപ്പൊ അത് ശരിയാക്കാൻ നിൽക്കണം. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് പിൻവലിച്ചിട്ട് വേറൊരു പുതിയ സാധനം അയച്ചു തരികയും ചെയ്ത്. അപ്പൊ അത്തരത്തിൽ പുതിയ സാധനം അയക്കുന്ന ഒരു കാര്യം ഒരു 3 കൊല്ലത്തേക്ക് ഗവൺമെന്റ് തുടങ്ങാൻ തീരുമാനിച്ചു. ഇനി നേരെ തിരിച്ച് ഇപ്പൊ ഗൗതം പറയുന്നു 50 കോടി രൂപ എടുത്ത് മേടിച്ചാൽ പോരെ, അതൊക്കെ ഗൗതം ഇപ്പൊ എടുക്കുന്നു ചോദിക്കും. പക്ഷെ ഗൗതം തന്നെ നിലപാട് മാറ്റും. എന്ന് പറഞ്ഞാൽ എനിക്കറിയാലോ ഗൗതത്തിനെ കുറിച്ചല്ലായിട്ട് ഗൗതം നിലപാട് മാറ്റും. എങ്ങനെയാണ്? പിണറായി സർക്കാർ 50 കോടി രൂപ എടുത്ത് മറ്റേ ഹെലികോപ്റ്റർ മേടിക്കുന്നു എന്ന് 2023 ഒരു വാർത്ത വന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ എഴുതാൻ പോകുന്നത് പിണറായിക്ക് സഞ്ചരിക്കാൻ ഹെൽമെറ്റ് വേണമെന്നായിരിക്കും. VD സതീശൻ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ പറയുന്നത് കുഴപ്പമില്ല കേട്ടോ, അത് പോലീസിനാണെന്നാണ്. പിണറായിക്ക് സഞ്ചരിക്കാനായിരിക്കും. ഇത്തരത്തിലൊരു വാർത്ത വേണ്ട. തൽക്കാലം എടുത്ത് പരിശോധിച്ചതിന് ശേഷം മതി എന്നുള്ളത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും IAS ഒക്കെ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ഗവൺമെന്റ് തീരുമാനിച്ചു. നിലപാട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന പുതിയ വിവരങ്ങൾക്കനുസരിച്ചിട്ട്, പുതിയ അറിവുകൾക്കനുസരിച്ചിട്ട് നമുക്ക് പല നിലപാടുകളും മാറ്റേണ്ടി വരും. അതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ജനാധിപത്യം മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് വേണ്ട, ഒരു മാധ്യമ പ്രവർത്തകനൊക്കെ വേണ്ട ഒരു കാര്യം. അതിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ വിവരങ്ങളും പുതിയ ഡാറ്റകൾക്കും അനുസരിച്ചിട്ട് നേരത്തെ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് സമ്മതിച്ചുകൊണ്ട് പുതിയ നിലപാടിലേക്ക് വരിക എന്നുള്ളൊരു സംഗതി തന്നെയാണ്. അപ്പൊ അത് മോശപ്പെട്ടൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പൊ അങ്ങേക്ക് ഇതിലിപ്പോ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പുതിയ ഹെലികോപ്റ്റർ വാങ്ങുകയാണെങ്കിൽ നമ്മൾ എത്രയായിരിക്കും അതിന്റെ ചെലവ്? അതിന്റെ കാര്യങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ്? അല്ലെ, അതിന്റെ ചെലവ് പറയേണ്ടത് ഞാനല്ല. എനിക്കൊരു ക്ലാരിറ്റി കുറവില്ല. ക്ലാരിറ്റി കുറവുണ്ടെന്ന് ഗൗതം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. ഒരിക്കലും പറഞ്ഞുതരാം. ഞാനിപ്പോ നിങ്ങളിപ്പോ ഒരു കാര്യം പറയുന്നു, 40 കോടി രൂപയുടെ 50 കോടി രൂപയുടെ ഒരു ഈ പറയുന്ന പോലെ ഇത് ഹെലികോപ്റ്റർ മേടിക്കുന്നു. അപ്പൊ അതിന് എത്ര ചെലവ് വരുമെന്ന് കണക്ക് ഞാൻ കൃത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതിന്റെ എക്സ്പെർട്ട് അല്ല. എനിക്കതിന്റെ കണക്കുകൾ ഏകദേശം അറിയാം. ഞാൻ പറയാത്തത് തെറ്റാണോ എന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. തെറ്റാണോ ശരിയാണോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം താങ്കളോട്. നമ്മൾ നാളെ ഒരു 3 കോടി രൂപ 4 കോടി രൂപ മുടക്കിയിട്ട് ഒരു കാറ് മേടിക്കുന്നു. എന്തായിരിക്കും അതിന്റെ മെയിൻ്റനൻസ് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാ? ഇവിടെ 1.5 കോടി രൂപയ്ക്ക് കാറ് മേടിക്കാൻ താല്പര്യമുള്ള പോലും അത് മേടിക്കൂല. എന്താ കാര്യം താങ്കൾക്കറിയോ? ഏറ്റവും കുറഞ്ഞത് ഒരു 40 ലക്ഷം 50 ലക്ഷം രൂപ അതിന്റെ ഇൻഷുറൻസ് അടക്കണം വർഷം. പിന്നെ അതിന്റെ മറ്റേ 3 മാസം കൂടുമ്പോ ഇവിടെ കൊണ്ടുപോയി സർവീസ് ചെയ്യണമെങ്കിൽ അതിന്റെ കാശ് കൊടുക്കണം. അപ്പൊ ഇതെല്ലാം കൂടി ഒരു ഗവൺമെന്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഗവൺമെന്റ് വിചാരിക്കുകയാണ് നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, പോലീസിന് ഇത് ആവശ്യമുണ്ട്, അപ്പൊ ടെമ്പററി ആയിട്ട് നമുക്കൊരു 1, 2, 3 കൊല്ലത്തേക്ക് ഒന്ന് എടുത്തു നോക്കാം എന്ന് വിചാരിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ഞാൻ പറയുന്നത് സാർ എന്താ തെറ്റുള്ളത്? സാറിനടുത്ത് പറയുന്നത്, സാറ് മുമ്പോട്ട് ഇപ്പം നമ്മളൊരു പുതിയ ഹെലികോപ്റ്റർ വേണം എന്നുള്ളൊരു ആവശ്യം ഇപ്പൊ ഉയരുന്നുണ്ട്. എന്തിനാണ് 80 ലക്ഷം രൂപ മാസ വാടക കൊടുത്തിട്ട് തീർച്ചയായിട്ടും ഇപ്പൊ അവയവങ്ങൾ കൊണ്ടുപോകാനൊക്കെ ഓപ്പറേഷനൊക്കെ ആയിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും മിക്ക മാസങ്ങളിലും ഓടാതെ ഇത് കിടക്കുകയാണ്.
അപ്പോഴും ഓടിയാലും ഓടിയില്ലെങ്കിലും 80 ലക്ഷം രൂപ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കണം. അപ്പോ നമ്മളൊരു 20 കോടിയോ 25 കോടി രൂപ 30 കോടി രൂപ, ഇപ്പൊ ആരെങ്കിലും എക്സ്പേർട്ട് ഉണ്ടെങ്കിൽ ദയവായിട്ട് കമന്റ് ചെയ്യുക. ഒരു ഹെലികോപ്റ്ററിന് അത്രത്തോളം വിലയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സാറിന് കൃത്യമായിട്ട് അതിൽ പറയാൻ പറ്റുന്നില്ല ചെലവ് എന്താണ്, ചെലവെന്താണെന്നുള്ളത് എന്റെ കൺസേൺ അല്ല. ഞാൻ എന്തിനാ കൃത്യമായിട്ട് പറയണേ? അതായത് ഒരു ഹെലികോപ്റ്റർ 40-50 കോടി രൂപ മുടക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ പൈലറ്റിന് എത്ര ശമ്പളം കൊടുക്കേണ്ടി വരും, അതിന്റെ മെയിൻ്റനൻസ് സർവീസിന് എത്ര കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഗൗതം. അതൊരാളുടെ കോമൺ സെൻസ് ആണ്. ഇപ്പൊ നമ്മളൊരു കാറ് മേടിക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ വിചാരിക്കുകയാണ്, തൽക്കാലം നമ്മുടെ ഓഫീസിലേക്ക് 5 കാറുകൾ മേടിക്കണ്ട, പകരം എന്ത് ചെയ്യും, അത് ടാക്സി കോൺട്രാക്ട് ബേസിൽ ടാക്സി എടുത്ത് എന്ത് ചെയ്യട്ടെ, ഒന്ന് ഓടട്ടെ. അപ്പൊ ഓടിക്കഴിയുമ്പോൾ നമുക്കറിയാം ഇത് തമ്മിലുള്ള വരുമാനം എത്രയാണ്, ചെലവ് എത്രയാണെന്ന് നോക്കിയത് പറഞ്ഞുതരാം. ചെലവ് എത്രയാണെന്ന് നോക്കിയതിന് ശേഷം ഒരു 6 മാസം 1 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീരുമാനം എടുക്കാം എന്ന് വിചാരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടെന്ന് അറിയോ? ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞ ഗൗതത്തിനോട്, ഈ കേരളത്തിലെ TV ചാനലുകളൊക്കെ ഉണ്ട്, അവരെല്ലാം എന്ത് ചെയ്തേക്കണെന്ന് അറിയോ? കോൺട്രാക്ട് ബേസിൽ, അതായത് കാറും ഡ്രൈവറും അത് ഓടിക്കാനുള്ള കാറിന്റെ ഓണർ തന്നെ ഡ്രൈവറായിട്ട് വരുന്ന കോൺട്രാക്ട് ബേസിൽ 30,000 രൂപ, പിന്നെ ഡീസലും അതുപോലെ ബാക്കിയുള്ള ചെലവും ഞങ്ങൾ എടുത്തോളാം എന്ന് തോന്നി എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തോന്നും, 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് തോന്നും, വേണ്ട ഇത്രയും കാശ് മുടക്കണ്ടല്ലോ, ഇത്രയും കാശ് EMI ആയിട്ട് അടച്ചാൽ നമുക്ക് കാറ് തന്നെ സ്വന്തമായിട്ട് കിട്ടും. പക്ഷെ അപ്പൊ അങ്ങനെ ഡ്രൈവറുടെ കാശ് വേറെ കൊടുക്കണം എന്ന് ചിന്തയിലാണ് ഓരോ ബിസിനസ് ചെയ്യുന്നത്. താങ്കൾ ഇത് പറയേണ്ട കണക്ക് താങ്കൾ പറയേണ്ട ആവശ്യമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് താങ്കൾ പറയാ അതിനെക്കാട്ടിലും കൂടുതൽ ചെലവാകും? അതായത് 80 ലക്ഷം നമ്മൾ ഇവിടെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, അതിലും കൂടുതൽ ചെലവാകും. ഇപ്പൊ 1 വർഷത്തേക്ക് കണക്ക് എണ്ണിക്കഴിഞ്ഞാൽ കൂടുതലാവും, അതിലും കൂടുതലാകും ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചാരെന്ന് താങ്കൾ എങ്ങനെയാണ് അപ്പൊ പറയുന്നത്? താങ്കൾ പറയുന്നു എനിക്കിതിൽ കൃത്യമായ കണക്ക് വേണ്ട, പക്ഷെ താങ്കൾ പറയുന്നു അതിനെക്കാട്ടിലും കൂടുതൽ കൃത്യമായ കണക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ കണക്കി വെച്ചത്. ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ പറഞ്ഞുതരാം, മനസ്സിലായ? താങ്കളുടെ മറ്റേ ഈ പറയുന്ന പോലെ പുകിച്ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ പറഞ്ഞുതരാം, അത് കേക്ക് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടില് ഗവൺമെന്റ് ഒരുപാട് സാധനങ്ങൾ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ട്. അതായത് KSRTCക്ക് ബസ് മേടിച്ചിട്ടുണ്ട്, മറ്റേ പൊക്ലൈൻ മേടിച്ചിട്ടുണ്ട്, ഈ പറയുന്ന പോലെ നിരവധി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഏത് സാധനമാണ് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഒന്ന് പറഞ്ഞതാ. ഈ 25 ലക്ഷം രൂപ മുടക്കി മറ്റേ ബസ് സ്റ്റോപ്പ് അടക്കം പണിതിട്ടുണ്ട്. ഏതെങ്കിലും ബസ് സ്റ്റോപ്പ് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കൃത്യമായിട്ട് ക്ലീനാക്കി നീറ്റാക്കി ഇടുന്നുണ്ടോ? എന്റെ പൊന്ന് ചേട്ടാ, അതിനേക്കാളും 10 ഇരട്ടി പണിയുണ്ട് ഒരു ഹെലികോപ്റ്റർ അവിടെ എടുത്തിട്ടാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ് പറഞ്ഞുതരാം. BBA പൈലറ്റ് എന്ന് പറയുന്ന ഇപ്പൊ നേരത്തെ തന്നുകൊണ്ടിരുന്ന ഒരു കാര്യം, അതിനൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ആ സാങ്കേതിക പ്രശ്നം നമ്മൾ ശരിയാക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? 3 കൊല്ലത്തിൽ ഒരിക്കലാണ് ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാകുന്നത്. ശരി, 2 കൊല്ലത്തിൽ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സാങ്കേതിക പ്രശ്നം ശരിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കോടിക്കണക്കിന് രൂപ പിന്നെയും എന്ത് ചെയ്യണം? ചെലവ് ചെയ്യണം. ഇപ്പൊ യഥാർത്ഥത്തില് പണ്ട് കെ.കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുളം കുഴിച്ച് നീന്തൽ കുളം ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അതിന് വർഷാവർഷം 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ എന്ന നീന്തൽ കുളത്തിന്റെ മെയിൻ്റനൻസിന് മാത്രം കേരളം കൊടുത്തോണ്ടിരിക്കണേ. അപ്പൊ അതിനേക്കാളും മെയിൻ്റനൻസ് ഹെലികോപ്റ്റർ കൂടുതൽ വരോ കുറവ് വരോ ഒന്ന് പറഞ്ഞേ എന്താ മിണ്ടാത്ത ചിരിയില്ല. കമ്പയർ ചെയ്തു, കുളവുമായിട്ട് കമ്പയർ ചെയ്തു, ഒരു കാറ് ഹെലികോപ്റ്ററുമായിട്ട് കമ്പയർ ചെയ്തു, മെയിൻ്റനൻസ് കൂടുതൽ വരോ ഇവിടെ? അല്ല, എന്റെ ചോദ്യം 80 ലക്ഷത്തിലും നമ്മൾ മാസം 80 ലക്ഷത്തിനേക്കാൾ കൂടുതലാവുകയും തലവേദന ഉണ്ടാവുകയും ചെയ്യും. എങ്ങനെ അങ്ങനെ ആകുമെങ്കിൽ ഒരു മിനിറ്റ് പറഞ്ഞുതരാം. 80 ഒരു മിനിറ്റ് ചേട്ടാ, ചേട്ടന് ഇതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. മറ്റേ മഹേഷ് പറഞ്ഞ പോലെ ചേട്ടന് ഇതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. ചേട്ടൻ വെറുതെ എനിക്കറിയില്ല. ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് താങ്കളുടെ അടുത്ത് ചോദിക്കുന്നത്. പറയാതെ അപ്പൊ അതുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള കണക്ക് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കൃത്യം പറഞ്ഞുതരാം. ഞാൻ സാറ് പറഞ്ഞത് ഞാൻ സമ്മതിച്ചു, എനിക്ക് അറിയാൻ പാടില്ല. അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് താങ്കൾക്ക് അറിയുമെന്ന് ഞാൻ ചോദിച്ചത്. എനിക്ക് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. ഇവിടെ പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. എന്റെ കൃത്യമായ ഉത്തരം പ്രേക്ഷകർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. താങ്കളെ പോലെയുള്ള ആള് മനസ്സിലാവൂലെന്ന് വാശി പിടിക്കുന്നുണ്ടല്ലോ ഒരേ ഒരു കുഴപ്പമാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ എന്റെ സംശയം ഇതാണ് സാർ, ഇത് എല്ലാവരും ഇപ്പം പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പം UDF സർക്കാർ ഇനിയിപ്പോ ഈ കരാറ് പുതുക്കുമോ അതോ അവരത് തുടരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യം. പറയട്ടെ, അതൊരു പ്രധാനപ്പെട്ട അതോ തുടരാതിരിക്കില്ല. പുതുക്കുമോ തുടരുമോ ഒന്ന്. രണ്ടാമത്തെ അത് പുതുക്കുമോ അല്ലെങ്കിൽ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് കളയുമോ?
ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വാടക കൊടുത്തിട്ട് ഒരു ഹെലികോപ്റ്റർ ആണോ വേണ്ടത്, അതോ സംസ്ഥാനത്തിനായിട്ട് സ്വന്തമായിട്ടൊരു ഹെലികോപ്റ്റർ ആണോ വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ താങ്കൾ ഇതിൽ പറഞ്ഞത് എന്താണ്? താങ്കൾ പറഞ്ഞത് പുതിയൊരു ഹെലികോപ്റ്റർ വാങ്ങുകയാണെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസ് ചെലവ് ഇതിലും കൂടുതലാകും. 80 ലക്ഷം കൊടുക്കുന്നുണ്ട് ഇപ്പൊ മാസ വാടക. അപ്പൊ ടോട്ടല് അത് നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അതിലും കൂടുതലാകും സ്വന്തമായിട്ടൊരു ഹെലികോപ്റ്റർ വാങ്ങിയാൽ എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ താങ്കൾ കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു, സ്വന്തമായിട്ടൊരു ഹെലികോപ്റ്റർ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എത്രയായിരിക്കും മെയിൻ്റെനൻസ് ചെലവ്. അത് വളരെ അബ്സ്ട്രാക്ട് ആയിട്ട് ക്ലിയർ ആയിട്ട് താങ്കൾ പറയുന്നില്ല. അവിടെയാണ് ഈ സംശയം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കണക്ക് താങ്കളുടെ കയ്യിലുണ്ടോ. ഭയങ്കര ബുദ്ധിപരമായ മണ്ടത്തരം എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയുന്നത് ഒരു ഹെലികോപ്റ്റർ മേടിച്ചാൽ അതിന് എത്ര ചെലവ് വരുമെന്ന് ചോദിച്ചാൽ ഏത് ഹെലികോപ്റ്റർ മേടിക്കാൻ പോണെന്ന് നിങ്ങൾ പറ. ഏത് ഹെലികോപ്റ്റർ മേടിക്കാൻ പോണെന്ന് പറ. എന്താ പറയാൻ പറ്റുമോ താങ്കൾ? നിങ്ങൾ ഒരു കണക്കുണ്ടോ? താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും കണക്കുണ്ടോ? എന്റെ കയ്യിൽ ഇല്ല. എന്റെ കയ്യിൽ കണക്കുണ്ട്. എന്റെ കയ്യിൽ കളക്കാൻ പറഞ്ഞിടാം. ചിപ്സൺ ഏവിയേഷൻസ് എന്ന് പറയുന്ന കമ്പനി, നേരത്തെ ചിപ്സൺ ഏവിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ആയിരുന്നു. ആ കമ്പനി അടക്കമുള്ള നിരവധി കമ്പനികൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളെല്ലാം ചെയ്തത് കാറൊക്കെ റെന്റലിന് കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഹെലികോപ്റ്ററുകളും റെന്റലിന് കൊടുക്കുന്ന കമ്പനികളാണ്. അങ്ങനെ റെന്റലിന് കൊടുക്കുന്ന കമ്പനികൾ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. ആ ഉത്തരവ് എന്ന് പറയുന്നത് ഇത് അതായത് നേരിട്ട് നമ്മളൊരു സാധനം ഹെലികോപ്റ്റർ മേടിച്ചാൽ ആ മേടിച്ചിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുകയും അതിനുള്ള എല്ലാ സന്നാഹം ഒരുക്കുകയും അതിനെന്തെങ്കിലും റിപ്പയർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലവേദന എടുക്കുകയും ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഫീസിബിളായ ലാഭകരമായ കാര്യം ഇതായതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ഈ കമ്പനികൾ ഇവിടെ നിലനിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ ബോച്ചെ പോലും ഇതുപോലെ ഹെലികോപ്റ്റർ വാടക കൊടുക്കുന്ന കമ്പനി തുടങ്ങിയിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളല്ല. എൻ്റെ ഓഫീസിൽ ഈ ചിപ്സൺ ഏവിയേഷൻസിന്റെ ആൾ വന്നിട്ട്, അതായത് അതിന്റെ ചില ആളുകൾ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അവര് വിവിധങ്ങളായിട്ടുള്ള വലിയ വലിയ ഗ്രൂപ്പുകൾക്ക് പ്രൈവറ്റ് കമ്പനികൾക്ക് പോലും ഇതേപോലെ വാടക കൊടുക്കുന്നുണ്ട്. ആ വാടക കൊടുക്കുന്ന പല കമ്പനികളും 40 കോടിയോ 50 കോടിയോ കൊടുത്തൊരു ഹെലികോപ്റ്റർ മേടിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷെ മേടിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, താങ്കൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് അല്ല ഇതിനകത്തുള്ളത്. 50 കോടി കൊടുത്തൊരു ഹെലികോപ്റ്റർ മേടിക്കുന്നതായിരിക്കും മാസം എത്ര രൂപ ഇൻട്രസ്റ്റ് വരും? ഈ 50 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടാൽ മാത്രം എത്ര രൂപ ഇൻട്രസ്റ്റ് വരും? ആ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് ചാർജും ഇതിന്റെ ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്ന തലവേദനകളും എല്ലാം കൂടി ടേക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഇങ്ങനെയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് വെളിവുള്ള ആരോടെങ്കിലും പോയി ചോദിക്ക് ഈ ബിസിനസ് ഈ ലോകത്ത് നടന്നു പോകുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ തന്നെ ഈ അബാദടക്കം നിരവധി കമ്പനികളടക്കമുള്ള ആളുകൾ കാറുകൾ വാടകയ്ക്ക് കോൺട്രാക്ട് ബേസിൽ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് കാർ മേടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അവർക്ക് ഡ്രൈവേഴ്സിനടക്കം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇല്ലാതെ. അതാണ് അതിന്റെ ബേസിക്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങൾ എന്താണ് വാങ്ങിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ടോ? വാങ്ങിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല, കാരണം അതിന്റെ കണക്കും കാര്യങ്ങളും എൻ്റെ കയ്യിലില്ല. വാങ്ങിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്. പിന്നെ കേരളത്തിൽ അത് ഒരിക്കലും മേടിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനവും മെയിൻറ്റെയിൻ ചെയ്യില്ല. KSRTC കട്ടപ്പുറത്ത് കിടക്കുന്നത് പോലെ നാളെ ഈ സാധനത്തിൽ അവിടെ ആകാശത്തേക്ക് പറക്കാൻ പറ്റാതെ ഈ സാധനം അവിടെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ ചിപ്സൺ ഏവിയേഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ നിരവധി ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകളുണ്ട്. ഒരെണ്ണം കേടായി എന്ന് പറഞ്ഞാൽ അവരടുത്തത് നമുക്ക് അയച്ചു തരും. അതുകൊണ്ട് കേരളത്തിന് വേണം എന്നുണ്ടെങ്കിൽ കേരളത്തിന് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഈ ഒരു ചർച്ചയിൽ നിന്ന് പറയാനുള്ള ഒരു താങ്കൾ പറഞ്ഞ പോയിന്റ് ഇതാണ്. മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വാടകയ്ക്ക് എടുക്കുന്നത്. മറ്റു കാര്യങ്ങൾ തലവേദനയൊക്കെ ഒഴിഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഈ ബിസിനസ് ഇൻഡസ്ട്രി പോലും, ഈ വാടകയ്ക്ക് കൊടുക്കുന്ന ഇൻഡസ്ട്രി പോലും നിലനിൽക്കുന്നത് അതുകൊണ്ടാണെന്നാണ് താങ്കൾ പറഞ്ഞത്. അതിന് ഉദാഹരണമായിട്ട് മറ്റു കാറിന്റെയും മറ്റു കുളത്തിന്റെ ഒക്കെ ഉദാഹരണം താങ്കൾ എടുത്ത് ഇട്ടു. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടൊരു പഠനം ഇതിൽ നടക്കണം. ഹെലികോപ്റ്റർ സ്വന്തമായിട്ട് വാങ്ങിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ ഗുണകരം, അഥവാ 80 ലക്ഷം രൂപ മാസം കൊടുത്തിട്ട് ഈ രീതിയിൽ ഈ കരാറ് തുടരുന്നതാണോ അതോ ഇല്ലാതാക്കുന്നതാണോ ഗുണകരം എന്നുള്ളത് ഇതിൽ പറയാൻ ഒരു കാര്യത്തിൽ. കാരണം നമ്മൾ ഉദാഹരണം സംസ്ഥാനങ്ങൾ അല്ല തീർന്നില്ല. ഒരൊറ്റ വാചകം കൂടി പറഞ്ഞാൽ നമുക്ക് സാധിക്കാം. കേരളത്തിലൊരു ഗവൺമെന്റ് ഈ ഹെലികോപ്റ്റർ മേടിച്ചാൽ ഒരു 3 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ് ആ ഹെലികോപ്റ്ററിന്റെ അവസ്ഥ എന്താണ്, നമുക്ക് എത്രത്തോളം അത് ഉപയോഗിക്കാൻ പറ്റി എന്നൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അന്നേരത്തേക്ക് നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടും. കേരളത്തിൽ നമ്മൾ അതുപോലെ വില കൊടുത്ത് മേടിച്ച ഒരു സാധനം ഉപയോഗപ്പെട്ടിട്ടില്ല. KSRTC പോലും ഉപയോഗപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കിടക്കുള്ളൂ. അതുകൊണ്ട് ഇത് തലവേദന ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഒരു
ഹെലികോപ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും അതിന് പൈലറ്റിനെ ആളെ നോക്കാൻ വേണ്ടിയും ഒക്കെ നിൽക്കുന്നത് വലിയ തലവേദനയുള്ള ഒരു കാര്യമായിരിക്കും. ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകര് അവരുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. നമ്മുടെ സംസ്ഥാനത്തിന് സ്വന്തമായിട്ട് ഒരു ഹെലികോപ്റ്റർ വാങ്ങി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശേഷിയുണ്ടോ, അങ്ങനെ സാധിക്കുമോ എന്നുള്ള കാര്യം. അല്ല, പിന്നെ രണ്ടാമത്തത് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് 2023 ഇത്തരത്തിലുള്ള ഹെലികോപ്റ്റർ മേടിക്കുകയായിരുന്നെങ്കിൽ ഗൗതം കൃഷ്ണ അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് എന്ത് ചെയ്താണ് ചപ്പടാച്ചി അടിച്ചേനെ. ചപ്പടാച്ചി എന്ന് പറയുന്നത് ഇതാ പിണറായി വിജയനെ സംചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെലികോപ്റ്റർ മേടിക്കുന്നു എന്ന് പറഞ്ഞേനെ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇത്രയും ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇന്ത്യയിലെ വൻകിട കമ്പനികൾക്ക് ഹെലികോപ്റ്ററല്ല പ്രൈവറ്റ് ജെറ്റ് ഓപ്പണിൽ മേടിക്കാൻ പറ്റുന്ന ആളുകൾ പോലും അത് മേടിക്കാതെ ഈ ചിപ്സ് ആൻഡ് ഏവിയേഷൻസ് പോലെയുള്ള നിരവധി കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം ഒരെണ്ണത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു തലവേദന എടുക്കേണ്ട, അടുത്ത സാധനം നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നോളും. അതല്ലാതെ മറ്റത് നമുക്ക് ഒരു തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെ റിപ്പയർ ചെയ്യുകയും അതിൻ്റെ പുറകെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട്. തീർച്ചയായിട്ടും ഓപ്പൺ ടു ഡിസ്കഷൻ, ആളുകൾക്ക് കമൻറ്റ് ചെയ്യാം.